ഹായ്, ഇതിൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാം. ഓക്കെ, ചാനലിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങാം. എന്താണ് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് മാർക്കിൻ്റെ റിയാലിറ്റി, സത്യാവസ്ഥ, എങ്ങനെയാണ് മാർക്ക് നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്? എഡ്യൂക്കേറ്റഡ് ആവാൻ, എഡ്യൂക്കേഷൻ, അതാണ് സ്കൂളിൽ പോകുന്നത്, വിദ്യാഭ്യാസം നേടാൻ. എന്തിനാണ് ഈ വിദ്യാഭ്യാസം നേടുന്നത്? നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാനും അതിനെപ്പറ്റിയുള്ള അറിവ് നേടാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. എന്തിനാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിനാണല്ലോ മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു കുട്ടിയുടെ പെർഫോമൻസ് സിസ്റ്റത്തിനകത്ത് മെഷർ ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക? ആ കുട്ടി എക്സാം എഴുതണം. എക്സാം എഴുതിയിട്ട് കുട്ടിക്ക് മാർക്ക് കിട്ടും. എത്രത്തോളം ഉത്തരങ്ങൾ എഴുതിയോ അത്രത്തോളം മാർക്ക് കിട്ടും. ആ മാർക്കിനനുസരിച്ചിട്ട് റാങ്കിങ് കിട്ടും. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ടോപ്പ് റാങ്ക് കിട്ടും. ടോപ്പ് റാങ്ക് അതിനനുസരിച്ചിട്ട് എന്നിട്ട് അവസരങ്ങൾ കിട്ടും. അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ജോലി അവസരങ്ങൾ, കോളേജ് അഡ്മിഷൻസ്, +1 +2 അങ്ങനെ. അപ്പോൾ ഇവിടെ മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റത്തിനകത്ത് മാർക്ക് കിട്ടിയാലാണ് അവസരങ്ങളിലേക്ക് എത്തുക. അപ്പോൾ മാർക്കിനാണ് ഇമ്പോർട്ടൻസ് ഫസ്റ്റ് പ്രയോറിറ്റി സിസ്റ്റത്തിനകത്ത് മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ്. മാർക്ക് വാങ്ങിയാലാണ് അവസരങ്ങളിലേക്ക് എത്തുക. നല്ല അവസരങ്ങൾ കിട്ടിയാലാണ് നല്ല ജീവിതത്തിലേക്ക് എത്തുക സിസ്റ്റത്തിനകത്ത്. ഓക്കെ, ഇനി മാർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആവുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ മാർക്ക് ഇത്ര ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി സാധനം ആകുമ്പോൾ എങ്ങനെയാണ് അതെല്ലാവരും ബാധിക്കുക, സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക? അപ്പോൾ നമുക്ക് പാരൻസിൻ്റെ ഭാഗത്ത് നോക്കാം. പാരൻസിന് എന്താണ് വേണ്ടത്? അവരുടെ കുട്ടി നല്ല നിലയിൽ, നല്ല ജോലി, നല്ല ശമ്പളമൊക്കെ ആയിട്ട് നല്ല ലൈഫ് ജീവിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിന് അവസരങ്ങൾ വേണം, നല്ല അവസരങ്ങൾ, നല്ല ജോലി അവസരങ്ങൾ വേണം. അതിനെന്ത് വേണം? മാർക്ക് വേണം. പാരൻസ് അവരുടെ കുട്ടികളെ പ്രഷർ ചെയ്യും മാർക്ക് വാങ്ങാൻ. എന്തിന്? സേഫായിട്ടുള്ളൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. അതുപോലെ സ്റ്റുഡൻസ് അല്ല, ഇനി സ്കൂളുകളുടെ ഭാഗത്ത് നോക്കാം. സ്കൂളുകൾക്ക് എന്താണ് വേണ്ടത്? റിസൾട്ടുകളാണ് വേണ്ടത്. അവരുടെ മൊത്തത്തിലുള്ള സ്കൂളിലെ എല്ലാ കുട്ടികളും റിസൾട്ട്. അപ്പോൾ അവരുടെ നല്ല വിജയശതമാനം കൂടണം, അല്ലെങ്കിൽ ഒരു കുട്ടിയും തോക്കാൻ പാടില്ല. അതാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ എന്താണ്? അവരുടെ റെപ്യൂട്ടേഷൻ കൂടും ബാക്കിയുള്ള സ്കൂളുകൾക്കിടയിൽ. അതുപോലെ അപ്പോൾ കൂടുതൽ അഡ്മിഷൻ വരും. പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിൽ കുറേ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫീസും കൂട്ടാം. അപ്പോൾ സ്കൂളുകൾ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ടീച്ചേഴ്സിനെ പ്രഷർ ചെയ്യും. ടീച്ചേഴ്സ് പ്രഷറിൽ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ കൊടുക്കും. പറഞ്ഞുതരാം. ഈ പറഞ്ഞ റിസൾട്ടിൻ്റെ പ്രഷർ ഏറ്റവും കൂടുതലുണ്ടാവുക 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ എഴുതുന്ന കുട്ടികളിലാവും. അപ്പോൾ ആ ക്ലാസ്സുകളിലെ ടീച്ചേഴ്സ് എക്സാം എടുക്കുമ്പോൾ കൂടുതലും മാർക്കിന് ആവും ഫസ്റ്റ് പ്രയോറിറ്റി. മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്നിട്ട് അതിൻ്റെ കൂടെയും അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ലേണിങ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 10ാം ക്ലാസ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ടീച്ചർ ഒരു ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ ആ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളെല്ലാം പറഞ്ഞുതരും. ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനകത്ത് ഏതൊക്കെയാണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2-3 വർഷമായി റിപ്പീറ്റ് അടിക്കുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞുതരും. പിന്നെ ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനകത്തും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞുതരും. എല്ലാ ടോപ്പിക്കും അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതെന്തിനാണ് പറഞ്ഞു തരുന്നത്? നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ടോപ്പിക്കുകൾ പെട്ടെന്ന് മൈൻഡിൽ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ, പെട്ടെന്ന് പഠിക്കുമ്പോൾ പെട്ടെന്ന് അത് മാത്രമായിട്ട് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ്
മാർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആകുമ്പോൾ ക്ലാസ്സുകളുടെ ശൈലി ഒന്ന് മാറുന്നത്, ചെറിയൊരു മാറ്റം വരുന്നത്. ഇനി സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നോക്കാം. സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പാരൻസിൻ്റെ പ്രഷർ, അതുപോലെ സൊസൈറ്റി മൊത്തത്തിലൊരു പ്രഷർ, അതുപോലെ ബാക്കിയുള്ള കുട്ടികളായിട്ടുള്ള കമ്പാരിസൺ, അവർ ബാക്കിയുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് മൊത്തത്തിലൊരു പ്രഷറാണ്. ഇതിന്ന് മാർക്ക് വേണം, ഇതിന്ന് പ്രഷർ പോകാൻ മാർക്ക് വേണം. മാർക്ക് കിട്ടാനാണല്ലോ ഈ പ്രഷർ. അപ്പോൾ പ്രഷറിൽ ദൂരാൻ മാർക്ക് വേണം. അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയും ആവുമ്പോൾ ഇങ്ങനെയാണ് അത് എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ബാധിക്കുന്നത്. ഓക്കെ, ഇനി ഞാനൊരു കുട്ടി, അല്ലെങ്കിൽ എനിക്കിതേ അവസ്ഥയുണ്ട്, എനിക്ക് ഈ പ്രഷർ ഉണ്ടായിരുന്നു, മാർക്കും അങ്ങനെ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ പ്രഷറിനകത്ത് മാർക്ക് വാങ്ങിയിരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാനെങ്ങനെയാണ് മാർക്ക് വാങ്ങിയിരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡെയിലി ഇരുന്ന് പഠിക്കൂല. ഞാൻ എക്സാമിൻ്റെ ഒരു 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പ് അങ്ങനെ ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ തലേ ദിവസം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു എക്സാം ഉണ്ടെന്ന് വെച്ചോ, എക്സാം ഇൻ 3 days. ഓക്കെ, എക്സാം സയൻസ് തിയറി പരീക്ഷയെന്ന് വെച്ചോ, തിയറി പരീക്ഷ. അപ്പോൾ എക്സാമിന് വലിയൊരു സിലബസ് തന്നെ ഉണ്ട് കവർ ചെയ്യാൻ, ലാർജ് സിലബസ്. ടൈം കൂടുന്തോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് എങ്ങനെയെങ്കിലും വാങ്ങാനുള്ള പ്രഷർ എൻ്റെ ബ്രെയിനിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് മാർക്കാണ്. മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പ്രഷർ എൻ്റെ തലേന്ന് പോകും. അപ്പോൾ മാർക്ക് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ എക്സാം 3 ദിവസം കഴിഞ്ഞ് എക്സാം, ഈ പറഞ്ഞ എക്സാം രാവിലെ ഒരു 9 മണി തൊട്ട് 11 മണി വരെയാണെന്ന് വെച്ചോ. ഈ 2 മണിക്കൂർ വിൻഡോയിൽ ഇതുള്ള ഞാനാണിത്. ഈ 2 മണിക്കൂറുള്ള എൻ്റെ മൈൻഡിൽ ഉത്തരങ്ങൾ ഉണ്ടാവണം, ആൻസേഴ്സ്. ഈ 2 മണിക്കൂർ ടൈമിനിടയിലുള്ള എക്സാം എഴുതാൻ പോണ എൻ്റെ മൈൻഡിൽ ഉത്തരങ്ങൾ ഉണ്ടാവണം. അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 2 മണിക്കൂർ ടൈം വിൻഡോയിൽ എൻ്റെ മൈൻഡിലെ ഉത്തരങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അത്ര ആയിക്കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഉത്തരങ്ങൾ ഈ മൈൻഡിൽ കയറ്റാനായിട്ട് എനിക്ക് 3 ദിവസം സമയം ആണുള്ളത്. അപ്പോൾ എനിക്ക് 2 വഴിയാണുള്ളത് മൈൻഡിൽ ഉത്തരങ്ങൾ എത്തിക്കാനായിട്ട്. ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ മെമ്മറൈസേഷൻ. ഓർത്ത് വെക്കുക. മനസ്സിലാക്കി പഠിക്കുമ്പോൾ സ്ലോ ആയിട്ടാണ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മെമ്മറൈസ് ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് തലേ കയറും. ഓക്കെ, മെമ്മറൈസ് ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് തലേ കയറും. അപ്പോൾ രണ്ടിൻ്റെയും ഇത് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാക്കി പഠിക്കുമ്പോൾ ശരിക്കും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊന്ന് ക്ലാസ് കുറച്ചെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ കൂടെ വായിച്ച് അപ്ലൈ ചെയ്ത് പഠിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. അപ്പോൾ കുറേ ടൈമുമാണ്, അതുപോലെ ബ്രെയിനിന് ലോഡ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ മനസ്സിലാക്കി പഠിക്കുമ്പോൾ ലോങ് ടേം ആയിട്ട് നിൽക്കുകയും ചെയ്യും മൈൻഡിൽ, അത്ര പെട്ടെന്ന് മറക്കൂല. ഇനി ഓർത്ത് വെച്ച് പഠിക്കുമ്പോൾ പെട്ടെന്ന് തലേ കയറും, ബ്രെയിനിന് അധികം ലോഡില്ല. ഇതിൻ്റെ അത്ര ലോഡില്ല, പക്ഷേ ലോഡുണ്ട്. അതുപോലെ ഷോർട്ട് ടേം ആയിട്ട് പെട്ടെന്ന് മറക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ എക്സാം എഴുതാൻ ഇപ്പോൾ ഞാൻ വലിയ സിലബസ് 3 ദിവസം സമയമുണ്ട്. എനിക്ക് എങ്ങനെ പോയാലും എനിക്ക് മനസ്സിലാക്കി പഠിക്കുമ്പോൾ കുറേ സിലബസ് കവർ ചെയ്യാൻ പറ്റില്ല, ഫുള്ള് എന്തായാലും കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ ഇന്നെ കൂടുതൽ മാർക്കുകളിലേക്ക് എത്തിക്കുക മെമ്മറൈസേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും, തലേ കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ സിലബസ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആൻസേഴ്സ് എൻ്റെ മൈൻഡിലുണ്ടാവും. കൂടുതൽ ആൻസേഴ്സ് ഉണ്ടാകുമ്പോൾ കൂടുതൽ എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ബ്രെയിന് ആ ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഇതാണ് ചൂസ് ചെയ്യുക. ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ ബാക്കിയുള്ള എല്ലാ സിലബസും ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കും. ഇത് മാത്രമായി കഴിഞ്ഞാൽ കുറേ മാർക്ക് വാങ്ങാൻ പറ്റില്ല. കുറച്ചെന്തെങ്കിലുമൊക്കെ ക്ലാസ് വെച്ച് മനസ്സിലായിട്ടുണ്ടാവും.
ഓക്കെ, അപ്പോൾ ഞാൻ മെമ്മറൈസ് ചെയ്തിട്ട് എക്സാം എഴുതിയിട്ട് എനിക്ക് അപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രഷർ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പ്രഷറിലാണ് മെമ്മറൈസേഷൻ എനിക്ക് വർക്കാവുക. അല്ലാത്ത സമയത്ത് എൻ്റെ തലയിൽ ഒന്നും കയറില്ല. അപ്പോൾ ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങാനുള്ള പ്രഷറിൽ ഞാൻ മെമ്മറൈസ് ചെയ്തിട്ട് കുറേ ടോപ്പിക്ക് എൻ്റെ മൈൻഡിൽ കയറ്റി വെക്കും. എന്നിട്ട് ഞാൻ എക്സാം എഴുതും. എക്സാം എഴുതിയിട്ട് ഞാൻ ഉത്തരങ്ങൾ എഴുതും. എന്നിട്ട് എനിക്ക് മാർക്ക് കിട്ടും. മാർക്ക് കിട്ടിയപ്പോൾ എന്താ ഈ പറഞ്ഞ പ്രഷർ പോയി. എന്തിനാണ് ഞാൻ ഈ പറഞ്ഞ സിലബസൊക്കെ തല കയറ്റി വെച്ചത്? ഉത്തരങ്ങൾ എഴുതി മാർക്ക് കിട്ടാൻ. അപ്പോൾ മാർക്ക് കിട്ടിയപ്പോൾ ഈ പറഞ്ഞ പ്രഷർ പോയി. അപ്പോൾ എനിക്ക് ഈ ഓർത്ത് വെച്ച കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗമില്ലാത്ത ഇൻഫർമേഷൻ ബ്രെയിന് മെല്ലെ മെല്ലെ മറക്കാൻ തുടങ്ങും. ഇത് ഞാൻ പിന്നെ ഉപയോഗിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കവിടെ മാർക്ക് കിട്ടിയപ്പോൾ എന്താണ് എൻ്റെ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും കൺവിൻസ്ഡായി. അപ്പോൾ പിന്നെ ഞാനത് തിരിഞ്ഞു നോക്കൂലല്ലോ. ഞാനത് പിന്നെയും വായിക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരിക എവിടെയെങ്കിലും വെച്ച് കാണുക ചെയ്തതിലാണ് പിന്നെ എൻ്റെ മൈൻഡിൽ അത് നിൽക്കുള്ളൂ. ഞാൻ റീവിസിറ്റ് ചെയ്യണം പഠിച്ച കാര്യം. പിന്നെ ഞാനത് ചെയ്യൂല. അപ്പോൾ അങ്ങനെ ഞാൻ 90% അപ്പം അങ്ങനെ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകും. 90% പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും. 10% അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ നിന്ന് വരും. അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി പരീക്ഷകളാണ് ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുക, അതേപോലെ എടുത്ത് എക്സാമിന് എഴുതുക, മറന്നു പോവുക. ഇത് ഞാൻ കൂടുതലായിട്ട് ചെയ്തിരുന്നു. മാത്സ് അതുപോലെ അങ്ങനത്തെ പരീക്ഷകളൊക്കെ പ്രാക്ടിക്കൽ എക്സാം അതൊന്നും അധികം മെമ്മറൈസ് ചെയ്ത് വെക്കാനില്ലല്ലോ. അതുകൊണ്ട് അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സിലബസിനകത്ത് കൂടുതലും തിയറി പരീക്ഷകളാണ്. അപ്പോൾ പിന്നെ കുറേ പഠിച്ച കാര്യങ്ങൾ ഞാനിങ്ങനെ മറന്നുപോയി. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്ക് പഠിച്ച കാര്യം ഞാൻ മറന്നെങ്കിൽ ഞാൻ ശരിക്കും ഡീപ്പായിട്ട് എന്താണ് പഠിച്ചത്? മനുഷ്യന്മാർ ശരിക്കും ഡീപ്പായിട്ട് പഠിക്കുക, റിപ്പീറ്റായിട്ട് ചെയ്യുന്ന സ്കില്ല് അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലാണ് അവർ ഡീപ്ലി സ്കില്ലാവുക. ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കൊല്ലം. അപ്പോൾ ഞാൻ ഒരു എക്സാം എങ്ങനെ എഴുതണം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാം എഴുതുമ്പോൾ എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വലിയ സിലബസ് ഉണ്ട്. ഓക്കെ, ഇവിടെ കണ്ടില്ല, സിലബസ് ഉണ്ട്. ആ പ്രഷറിൽ പ്രിപ്പയർ ചെയ്യുകയാണ് ഞാൻ മെമ്മറൈസ് ചെയ്യും. മെമ്മറൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടോപ്പിക്ക് നോക്കി വെക്കണം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കി വെക്കണം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നോക്കി വെക്കണം. അതുപോലെ ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനകത്ത് ഏതൊക്കെ പോയിൻ്റാണ് കൂടുതൽ മാർക്ക് കിട്ടുക എന്ന് നോക്കി വെക്കണം. അങ്ങനെ മെമ്മറൈസ് ചെയ്യണം. അപ്പോഴാണ് കൂടുതൽ മാർക്ക് കിട്ടുക. വെറുതെ മെമ്മറൈസ് ചെയ്യണം. മെമ്മറൈസ് ചെയ്യുമ്പോഴും എങ്ങനെ മെമ്മറൈസ് ചെയ്യണമെന്ന് പഠിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ എക്സാം കൂടുമ്പോഴും എൻ്റെ മെമ്മറി ഓർത്തൊക്കെയുള്ള കഴിവ്, ഷോർട്ട് ടേം ആയിട്ട് ഓർത്തൊക്കെയുള്ള കഴിവ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ എക്സാം എഴുതുമ്പോൾ ടൈം മാനേജ് ചെയ്യാനുള്ള സ്കില്ല്. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര ടൈമിൽ എഴുതണം, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര ടൈമിൽ എഴുതണം, അങ്ങനെയുള്ള ഓരോ സ്കിൽസ്, ടൈം മാനേജ്മെൻറ്റ്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സാം എഴുതാൻ എക്സാം എഴുതിയിട്ട് അതിലെങ്ങനെയാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക, അതാണ് ഞാൻ ഡീപ്പായിട്ട് പഠിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡീപ്പായിട്ട് പഠിച്ച കാര്യങ്ങൾ. അതുപോലെ എക്സാം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ വായന ഇമ്പ്രൂവ് ആയി, ആൻസേഴ്സ് എഴുതുമ്പോൾ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ആയി. പക്ഷേ ഞാൻ എന്താണ് എഴുതിയത് അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെയാണ് എന്നിലിപ്പോൾ എൻ്റെ ബാക്കിയുള്ളത്. എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ സ്കിൽസ് എന്നാണ് എനിക്ക് പറയാൻ പറ്റും. ഇനി അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കി ഒരു കാര്യം പഠിക്കുക എന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു പഠിക്കുമ്പോഴാണ് ശരിക്കും മെയിനായിട്ട് ഡീപ്പായിട്ട് മനുഷ്യന്മാർ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതാണ് ഞാനെന്ന് വെച്ചാൽ ഞാനെന്താണ് ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പബ്ലിക് ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രഷർ ഹാൻഡിൽ ചെയ്തിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കൊന്നും കൂടി നന്നായിട്ട് ഇതിനേക്കാൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സംസാരിക്കാനുള്ള കഴിവ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ എടുക്കാനുള്ള സ്കിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെ ഒന്നുകൂടി നന്നായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഒന്നുകൂടി നന്നായിട്ട് വീഡിയോ എടുക്കണം, ഈ വീഡിയോ എടുത്തതിൽ എന്തൊക്കെ തെറ്റ് പറ്റി, ഇപ്പോൾ ഈ വീഡിയോ എടുത്തതിൽ ലൈറ്റിങ് പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എഴുതിയത് ചെറുതായി പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ക്യാമറയുടെ പൊസിഷനിങ് തെറ്റി, അതൊക്കെ എനിക്ക് അപ്പം തന്നെ മനസ്സിലാവും. കാരണം അവിടെ ഒരു ആക്ഷൻ എടുത്താൽ അപ്പോൾ തന്നെ റിയാക്ഷൻ കിട്ടി. അതുപോലെ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എല്ലാ തരത്തിലുള്ള റിയാക്ഷനും ഉണ്ടാവും എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരുടെയൊക്കെ. അപ്പോൾ ചില ആൾക്കാർ എൻ്റെ വീഡിയോയിലുള്ള മിസ്റ്റേക്കുകൾ എനിക്ക് പറഞ്ഞു തരും. ചില ആൾക്കാർ എനിക്ക് ചില ആൾക്കാർ എന്നെ കളിയാക്കും, ചില ആൾക്കാർ പ്രശംസിക്കും, ചില ആൾക്കാർ എന്നെ പ്രശംസിക്കും. പിന്നെന്താ പിന്നെ ഇതൊക്കെ തന്നെ മെയിനായിട്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള റിയാക്ഷനും ഉണ്ടാവും. അപ്പോൾ പിന്നെ മിസ്റ്റേക്ക് പറഞ്ഞു വരുമ്പോൾ അതൊക്കെ ഒന്നും കൂടിയും ഓക്കെ, അത് നന്നായിട്ട് പഠിക്കാൻ എന്നെ സഹായിക്കും, മനസ്സിലാക്കാൻ. അതുപോലെ കളിയാക്കുമ്പോൾ അത് ഒഴിവാക്കാൻ ഞാൻ പഠിക്കണം. അതുപോലെ പ്രശംസിക്കുമ്പോൾ പ്രശംസ ഞാൻ ഏറ്റുവാങ്ങാൻ പഠിക്കണം. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഞാൻ പറയണേ, ഒരു ചെയ്ത് പഠിക്കുമ്പോഴാണ് മനുഷ്യന്മാർ ശരിക്കും ഡീപ്പായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇത് ഞാൻ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പോവാണ്. ഈ വീഡിയോ ആണ് അതിൻ്റെ പ്രൂഫ്. അപ്പോൾ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താ പറയാമെന്ന് ഇത് ഞാൻ തെളിയിച്ചിട്ടില്ലല്ലോ, പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എത്രത്തോളം ചെയ്ത് പഠിച്ച് ഇമ്പ്രൂവ് ആയി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ 100ാമത്തെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എത്രത്തോളം ആ സ്കിൽ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ എൻ്റെ വീഡിയോ എടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ സ്കില്ല്, ഇങ്ങനെ ലൈറ്റിംഗ് അതൊക്കെ സെറ്റാക്കി വീഡിയോ എടുക്കണമെന്ന് ഓരോ വീഡിയോയിലും ഇങ്ങനെ ഇമ്പ്രൂവ് ആയി 100ാമത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ ചാനലിലെ ഓരോ വീഡിയോസ് അതിൻ്റെ പ്രൂഫായിട്ട് ഞാൻ വെക്കാൻ പോകുന്നു. ഈ ചാനൽ ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നന്നായി മനസ്സിലായി പഠിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഞാൻ വെക്കാൻ പോകുന്നു. അപ്പം എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് എന്തിനാണ് വാങ്ങണമെന്ന് മനസ്സിലാക്കുക. സിസ്റ്റത്തിനകത്ത് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാവി പോലെയാണ്. ഇത് ഡോറ് തുറക്കാനുള്ള ഡോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ. അവസരങ്ങൾ തുറന്ന് അല്ലെങ്കിൽ ഡോറ് തുറന്ന അവസരങ്ങൾ കിട്ടി. പിന്നെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ സ്കിൽസ്, ഈ സ്കിൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾ റിയൽ ലൈഫിൽ ചെയ്ത് പഠിക്കണം. ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.